വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. എന്നെ പറഞ്ഞുവിടാൻ ബോസിന് ഇത്രയും തിരക്കാണോ എന്ന് ശിവാഞ്ചി ചോദിക്കുന്നത് കേട്ട് റെൻഷി ഞെട്ടി നിൽക്കുന്നിടത്താണ് യൂസ് ഫോർ മൈ ടാലൻറ്റ് എന്ന ഡ്രാമയുടെ 5ാമത്തെ എപ്പിസോഡ് അവസാനിച്ചത്. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ അവൾ കുറച്ചുകൂടി മുന്നോട്ടേക്ക് വന്ന് ഞാൻ പാവപ്പെട്ടവളായിരിക്കാം, പണത്തിനോട് ആഗ്രഹമുണ്ട്, ബോസിൻ്റെ കണ്ടിൽ എനിക്ക് വൃത്തി കുറവായിരിക്കാം, പക്ഷേ എൻ്റേതായ രീതിയിൽ മാന്യമായി തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്, എന്തിനാണ് എന്നെ തന്നെ തെരഞ്ഞു പിടിച്ച് ഫയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നിറകണ്ണുകളോടെ ചോദിച്ചിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. റെൻഷിക്ക് പലതും പറയണമെന്നുണ്ടായിരുന്നെങ്കിലും ആ സമയത്ത് അവനൊന്നും പറയാൻ കഴിയുന്നില്ല. അവളത് നേരത്തെ ജോലി മതിയാക്കി വീട്ടിലെത്തുന്നതിനാൽ എക്സാം എല്ലാം കഴിഞ്ഞ് വരുന്ന ജിൻജോയ്ക്ക് നൽകാൻ ഒരുക്കിയ സർപ്രൈസ് സ്വീകരണം പാളിപ്പോകുന്നുണ്ട്. ഇനി അവൻ വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് അച്ഛൻ അകത്തേക്ക് പോകുന്നു. ശുഭാഞ്ചിയെ കണ്ടപ്പോൾ തന്നെ അവളെന്തോ പ്രശ്നത്തിലാണെന്ന് ലൂഷ്യന് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എന്ത് പറ്റിയെന്നവൻ ചോദിച്ചിട്ടും ഒന്നുമില്ലാതെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതല്ലാതെ അവൾ കാര്യമൊന്നും പറയുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ജുൻജെ തൻ്റെ പുതിയ തുടക്കം ആഘോഷിക്കാൻ കോട്ടും സ്യൂട്ടുമൊക്കെ ധരിച്ച് വരുന്നുണ്ട്. മുതിർന്നവരുടെ ലോകത്തേക്കുള്ള അവൻ്റെ കാൽവയ്പ് ആഘോഷിക്കാൻ അച്ഛൻ നല്ലൊരു ട്രീറ്റ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും സന്തോഷത്തോടെ സംസാരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും എല്ലാം ശിവാഞ്ചി മൂഡ് ഓഫ് ആയി ഇരിക്കുകയാണ്. അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സിൽ നിറയെ റെൻഷി പറഞ്ഞതിനെക്കുറിച്ചായിരുന്നു. റെൻഷിയുടെയും അവസ്ഥ മറിച്ചായിരുന്നില്ല. ഡോങ്ഷിയോട് അങ്ങനെ പറഞ്ഞെങ്കിലും അവൾ ഒരിക്കലും അത് കേൾക്കും എന്നവൻ കരുതിയിരുന്നതല്ല. ഈ തെറ്റിദ്ധാരണ എങ്ങനെ മാറ്റുമെന്നറിയാതെ അവനും ആകെ ചിന്തിച്ച് നിൽക്കുകയാണ്. വീട്ടിലേക്ക് മടങ്ങാൻ സമയമായി എന്ന് പറഞ്ഞ് ഡോങ്ഷി വന്ന് വിളിച്ചപ്പോൾ അവൻ താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. മാനുവൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവൻ നോക്കുന്നത് കണ്ടപ്പോൾ ശിവാഞ്ചിയാണ് തിരയുന്നത് എന്ന് ഡോങ്ഷിക്ക് മനസ്സിലാകുന്നതിനാൽ അവളൊന്ന് നേരത്തെ ജോലി തീർത്ത് പോയി എന്നവൻ അറിയിക്കുന്നു. അവളെക്കുറിച്ചൊന്ന് പറഞ്ഞത് ശരിക്കും ആത്മാർത്ഥമായി തന്നെ ആയിരുന്നുവെന്നും അവൻ ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് എന്താണ് കാര്യം എന്ന് പറഞ്ഞ് അവൻ മുന്നോട്ട് നടക്കുന്നു. പാർട്ടി കഴിഞ്ഞപ്പോഴേക്കും ശിവാഞ്ചിയുടെ അച്ഛൻ ഫ്ലാറ്റായിരുന്നു. ജുൻജ അച്ഛനെ കൊണ്ട് കിടത്തിയിട്ട് ഷിയാനെ കൊണ്ടുവിടാനായി പോകുന്നു. ലൂഷ്യൻ ശിവാഞ്ചിയെ ക്ലീനിങ്ങിനും മറ്റുമായി സഹായിച്ചുകൊണ്ട് അപ്പോഴും അവിടെയുണ്ട്. ജുൻജയ്ക്ക് ഷിയാനോട് ഒരു ഫ്രണ്ട് എന്നതിലുപരി ഒരു താല്പര്യമുണ്ട്. അവൻ ചെറുതായി അതിൻ്റെ സൂചനകളൊക്കെ നൽകാൻ തുടങ്ങിയിരിക്കുന്നു. നടന്നു പോകുന്ന വഴിക്ക് എന്തോ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് അവൻ അവളെ ചേർത്ത് പിടിക്കുന്നു. ഇത്ര നാളും കളിക്കൂട്ടുകാരനായി നടന്ന കൊച്ചു പയ്യൻ എന്നതിലുപരി ഒരു മുതിർന്ന പുരുഷനെ പോലെ ഷിയാനും അവനെ ഫീൽ ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. പക്ഷേ അത് പുറത്ത് കാണിക്കാതെ അവൾ പെട്ടെന്ന് തന്നെ നടന്നു നീങ്ങുന്നുണ്ട്. റെൻഷി അന്ന് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ മാനുവൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫിൻ്റെ വീക്ക്ലി പെർഫോമൻസ് റിപ്പോർട്ട് ഫോണിൽ കിട്ടുന്നു. അതിൽ ഫസ്റ്റ് റാങ്ക് ശിവാഞ്ചിക്കാണ് എന്ന് കണ്ടപ്പോൾ അവളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ക്ലിയർ ചെയ്ത് തെറ്റിദ്ധാരണ മാറ്റിയാലോ എന്നവൻ ചിന്തിച്ചെങ്കിലും ഫോൺ വിളിക്കുന്നതിനേക്കാൾ നേരിട്ട് കണ്ട് സംസാരിക്കുന്നത് നല്ലത് എന്ന് കരുതുന്നു. ശിവാഞ്ചി വേസ്റ്റ് കളയാൻ പോയിട്ട് വന്നപ്പോഴേക്കും ലൂഷ്യൻ മുറിയെല്ലാം ക്ലീൻ ചെയ്തിരുന്നു. അവിടെ ഇരുന്നൊരു ബുക്ക് അവൻ മടക്കി മുകളിലേക്ക് വെക്കാൻ തുടങ്ങുന്നത് കണ്ടുകൊണ്ടാണ് അവൾ കയറി വന്നത്. മടക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഓടി അടുത്തേക്ക് ചെന്നെങ്കിലും അപ്പോഴേക്കും അവനത് അടച്ചു വെച്ച് കഴിഞ്ഞിരുന്നു. ഏത് പേജായിരുന്നു അത് എന്ന് പറഞ്ഞ് അവൾ ബുക്കിൽ തിരിഞ്ഞ് കണ്ടപ്പോൾ ഈ ബുക്കിന് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നവൻ ചോദിക്കുന്നു. എൻ്റെ അമ്മ അവസാനമായി വായിച്ച ബുക്കാണിത്. അമ്മയ്ക്ക് ഇത് വായിച്ച് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ പേജ് അമ്മയുടെ ഓർമ്മയ്ക്കായി ഞങ്ങൾ അങ്ങനെ തന്നെ തുറന്നു വെച്ചിരുന്നതാണ് എന്നവൾ വിഷമത്തോടെ പറയുന്നു. അവളുടെ മൂഡ് ഓഫ് മാറ്റാൻ അവൻ അവളെയും കൊണ്ട് ഗ്രൗണ്ടിൽ പോയിരിക്കുന്നുണ്ട്. അറിയാതെ ചെയ്തു പോയ തെറ്റിന് അവൻ സോറി പറയുന്നു. അവിടെ ഇരുന്ന അമ്മയെക്കുറിച്ചൊക്കെ അവൾ അവനോട് പറയുന്നുണ്ട്. കൂട്ടത്തിൽ ഓഫീസിലെ പ്രശ്നവും സൂചിപ്പിക്കുന്നു. ഓഫീസിലെ കാര്യം പറഞ്ഞപ്പോൾ അവൾ കരഞ്ഞു പോകുന്നുണ്ട്. നിന്റെ അമ്മ ഈ അവസ്ഥയിൽ നിന്നെ കാണാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല, അതുകൊണ്ട് കരയരുത് എന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. അവൻ വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും അവൾ എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ ചാടി എഴുന്നേൽക്കുന്നു. ആ ഫോഴ്സിൽ അവളുടെ തല ചെന്ന് അവൻ്റെ താടിക്ക് ശക്തി ഇടിക്കുന്നു. വേദന കാരണം ലൂഷ്യന് പറയാൻ വന്ന് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. ശുഭാഞ്ചി ആണെങ്കിൽ അതുവരെയുള്ള വിഷമമൊക്കെ മറന്ന് നീ പറഞ്ഞത് ശരിയാണ്, ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മ ഒരിക്കലും ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് ഇനി ഞാൻ കരയില്ല, തോറ്റു കൊടുക്കാൻ തയ്യാറില്ല, തിരിച്ചു പൊരുതാൻ തന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് വാശിയോടെ പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് കയറി പോകുന്നു. അടുത്ത ദിവസം കൂടുതൽ എനർജറ്റിക്കായിട്ടാണ് അവൾ ജോലിക്ക് ചെയ്യുന്നത്. താഴെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡോങ്ഷി റെൻഷിക്ക് ധരിക്കാനുള്ള കോട്ടുമായി വരുന്നത് കണ്ട് ഞാൻ കൊണ്ടുപോയി വെച്ചോളാം എന്ന് പറഞ്ഞ് അവൾ അത് വാങ്ങി മുകളിലേക്ക് പോകുന്നു. ഇവൾക്കിന്ന് എന്ത് പറ്റി എന്ന് ഡോങ്ഷി ചിന്തിക്കുന്നുണ്ട്. കോട്ട് കൊണ്ടുവച്ച ശേഷം വീണ്ടും താഴെ വന്ന് അവിടെ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് റെൻഷി ഓഫീസിലേക്ക് വന്നത്. അവൻ തലേന്നത്തെ സംഭവത്തെക്കുറിച്ച് അവളോട് വിശദീകരിക്കാൻ തുടങ്ങിയെങ്കിലും അവനത് പറഞ്ഞ് പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ബോസ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ പോകുന്നു. എൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ഒരു അവസരം പോലും തരുന്നില്ലല്ലോ എന്നവൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. അന്ന് തന്നെ അവൾ റെൻഷിയോട് ദേഷ്യം തീർക്കാനായി ഓരോരോ പണികൾ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഡോങ്ഷിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയ അവൻ്റെ കോട്ടിനുള്ളിൽ ഒരു പണി ഒപ്പിച്ചിട്ടാണ് അവളുടെ നിൽപ്പ്. അന്നൊരു മീറ്റിങ്ങിനിടയിൽ റെൻഷി കോട്ടിനുള്ളിൽ നിന്ന് കർച്ചീഫ് എടുത്തപ്പോഴാണ് മുമ്പ് അവൻ അവൾക്ക് സ്മെൽ തിരിച്ചറിയാനുള്ള കഴിവുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡോങ്ഷിയെ കൊണ്ട് തെരുവിൽ പിച്ചക്കാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ സോക്സാണ് അതെന്ന് മനസ്സിലാകുന്നത്. ഡോങ്ഷി പെട്ടെന്ന് അത് വാങ്ങി ദൂരെ എറിയുന്നുണ്ട്. എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന വീട്ടിൽ ശുഭാഞ്ചി അവിടെ തന്നെ ഇരിപ്പുണ്ട്. അവൾ യുദ്ധം തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു. അധികം വൈകാതെ അടുത്ത പണി കൊടുക്കുന്നുണ്ട്. റെൻഷി ഓഫീസിനുള്ളിൽ ഡ്രസ്സൊക്കെ സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് മുൻപ് അവളുടെ കബോർഡിനുള്ളിൽ അവൻ സ്പ്രേ ചെയ്ത ടോയ്ലറ്റ് സ്പ്രേ അവൾ അടിച്ചു വെക്കുന്നു.
കുറെ കഴിഞ്ഞ് അവിടെ എത്തിയ റെൻഷിക്ക് നാറ്റം കാരണം അതിൻ്റെ അടുത്തേക്ക് പോലും പോകാൻ കഴിയുന്നില്ല. ശുഭാഞ്ജിയുടെ പണിയാണ് ഇതെന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. അവിടെ കൊണ്ട് നിർത്താൻ അവൾ ഒരുക്കമായിരുന്നില്ല. വൈകാതെ അടുത്ത പണി കൊടുക്കുന്നുണ്ട്. ആരുമില്ലാത്ത സമയം നോക്കി അവൻ്റെ ഓഫീസിൽ കയറി വിസിറ്റിംഗ് കാർഡെല്ലാം എടുത്ത് മാറ്റിയിട്ട് അതുപോലെയുള്ള പ്ലേ കാർഡ് വെക്കുന്നു. കാർഡ് മാറിയതറിയാതെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കസ്റ്റമറിന് വിസിറ്റിംഗ് കാർഡ് എടുത്ത് കൊടുക്കുന്നു. അപ്പോഴാണ് അബദ്ധം മനസ്സിലാകുന്നത്. എന്നെ അങ്ങനെ വെറുതെ ഒഴിവാക്കാമെന്ന് വിചാരിക്കേണ്ട എന്ന മട്ടിൽ ശുഭാഞ്ജി കുറച്ച് പുറകിലായി നിൽക്കുന്ന കണ്ടപ്പോൾ അവൾ തന്നെയാണ് ഇത് പിന്നിലെന്ന് അവന് മനസ്സിലാക്കുന്നു. ജിയാങ് വെഞ്ചി തൻ്റെ കമ്പനിക്ക് വേണ്ടി ഒരു ഷോ ചെയ്യുന്ന കാര്യത്തിനായി വാങ്ഷിയനെ കണ്ട് സംസാരിച്ച് മടങ്ങുമ്പോഴാണ് മാർക്ക് അവളുടെ മുറിയിലേക്ക് കടന്നു വന്ന് ജോലി സ്ഥിരമാക്കാനുള്ള പേപ്പർ സൈൻ ചെയ്തതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അവൻ കേട്ടത്. പക്ഷേ അന്ന് അവൻ കാരണമാണ് ശുഭാഞ്ജിയുടെ പ്രശ്നത്തിൽ റെൻഷി ഇടപെട്ടത് എന്നും മാത്രമല്ല മുൻകൂട്ടി അറേഞ്ച് ചെയ്യാതെ പെട്ടെന്ന് മുന്നിൽ കണ്ട ഒരാളെ ഷോയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിച്ചതെല്ലാം അവൻ്റെ ഉത്തരവാദിത്തക്കുറവാണെന്ന് പറഞ്ഞ് ഈ ജോലി സ്ഥിരമാക്കാൻ മാത്രം യോഗ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യും, അടുത്ത മാസം നോക്കാമെന്ന് പറഞ്ഞ് വാങ്ഷിയൻ അവനെ നിരാശനാക്കി തിരിച്ചയക്കുന്നു. അതിൻ്റെ വിഷമത്തിൽ ഒരു ബാറിൽ നിന്ന് മദ്യപിക്കുകയായിരുന്ന മാർക്കിൻ്റെ അടുത്തേക്ക് വെഞ്ചി എത്തുന്നു. മാർക്കിന് ജോലി സ്ഥിരമാക്കാത്തത് റെൻഷി കാരണമാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച വെഞ്ചി അവനെ റെൻഷിക്കെതിരായി പറഞ്ഞിരിക്കുന്നുണ്ട്. റെൻഷിയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത ശേഷം ഡോങ്ഷി ഷുവിനും വിയുവിനും ശുഭാഞ്ജിക്കും ഒപ്പം ഒരു ഡിന്നറിന് പോകുന്നുണ്ട്. കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമുക്ക് ഒരു ഗെയിം കളിച്ചാലോ എന്ന് ശുഭാഞ്ജി അവരോട് ചോദിക്കുന്നു. ഗെയിം എന്ന് കേട്ടപ്പോൾ എല്ലാവരും ആവശ്യത്തോട് സമ്മതിച്ചെങ്കിലും ഗെയിം എന്താണെന്ന് അറിഞ്ഞപ്പോൾ ആരും താല്പര്യമില്ലാത്ത മട്ടിൽ പിന്മാറുന്നുണ്ട്. ബോസിനെ കുറിച്ച് ഓരോരുത്തർക്കുമുള്ള കുറ്റങ്ങൾ മാറി മാറി പറയുക, അതായിരുന്നു ശുഭാഞ്ജി നിർദ്ദേശിച്ച ഗെയിം. ബോസിനെ കുറിച്ച് കുറ്റം പറയുന്നത് റിസ്ക്കുള്ള കാര്യമായതുകൊണ്ട് എല്ലാവരും പിന്തിരിയുന്നു. പക്ഷേ അവൾ വിടാൻ പാവില്ലാതെ ഫസ്റ്റ് ചാൻസ് എനിക്കാണെന്ന് പറഞ്ഞ് അവൻ്റെ കുറ്റം പറയാൻ തുടങ്ങുന്നു. കഴിഞ്ഞപ്പോൾ അടുത്ത ചാൻസ് നിനക്കാണെന്ന് പറഞ്ഞ് ഹുയുബിനോട് കുറ്റം പറയാൻ അവൾ പറയുന്നു. ആദ്യം മടിച്ചെങ്കിലും പിന്നീട് അവൻ പറഞ്ഞു കൊടുക്കുന്നു. എല്ലാവരുടെ സ്ഥിതി അതുതന്നെയായിരുന്നു. ആദ്യമൊന്നും മടിച്ചെങ്കിലും എല്ലാവരും ഗെയിമിൽ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ കുറ്റം പറച്ചിൽ കാരണം റെൻഷി തുമ്മി ഒരു വഴിക്കാകുന്നുണ്ട്. കുറ്റം പറഞ്ഞാണ് തുടങ്ങിയതെങ്കിലും അവസാനമായപ്പോഴേക്കും ശുഭാഞ്ജി ഒഴികെ ബാക്കിയുള്ളവർക്ക് എല്ലാം റെൻഷിയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. അവരെല്ലാം മാറി മാറി അവൻ്റെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയതിൽ തെറ്റുപറ്റിയെന്നാണ് തോന്നുന്നത്. കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ എന്നവൾ ചിന്തിക്കുന്നുണ്ട്. അടുത്ത ദിവസം വാങ്ഷിയാൻ റെൻഷിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. അവൻ പക്ഷേ കോൾ അറ്റൻഡ് ചെയ്യാതെ ഡോങ്ഷെ കൊണ്ടാണ് ഫോൺ എടുപ്പിച്ചത്. റെൻഷിക്കൊപ്പം ലഞ്ച് കഴിക്കാൻ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറയാനാണ് അവൾ വിളിച്ചത്. പക്ഷെ സമയമില്ലെന്ന് പറയാൻ റെൻഷി ആക്ഷൻ കാണിക്കുന്നതിനാൽ ഡോങ്ഷി അങ്ങനെ പറയുന്നു. നിന്റെ ബോസ് പറഞ്ഞിട്ട് നീ കള്ളം പറയുന്നതാണെന്ന് എനിക്കറിയാം, എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് വരികയാണെന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്യുന്നു. കുറെ കഴിഞ്ഞ് റെൻഷി തനിച്ചിരിക്കുമ്പോൾ ശുഭാഞ്ജിയുടെ തെറ്റിദ്ധാരണ മാറ്റാൻ എന്താണ് വഴിയെന്ന് ആലോചിക്കുന്നു. സംസാരിക്കാൻ അവളായിട്ടൊരു അവസരം തരാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ അവസരം ഉണ്ടാക്കാമെന്ന് കരുതി അവൻ ഓഫീസ് മുറിയിൽ എവിടെയെങ്കിലും അഴുക്ക് വല്ലതും ഉണ്ടോ എന്ന് ഒരു സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നു. മുറി മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോഴാണ് സോഫയ്ക്ക് മുകളിൽ തീരെ ചെറിയ എന്തോന്ന് കിടക്കുന്ന അവൻ കണ്ടത്. എൻ്റെ ഓഫീസാകെ വൃത്തികേടായി കിടക്കുകയാണ്. വൃത്തിയാക്കാനായി ഉടനെ തന്നെ ശുഭാഞ്ജി ഇങ്ങോട്ട് പറഞ്ഞയക്കാൻ അവൻ മാനുവൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫോൺ വിളിച്ചു പറയുന്നു. പക്ഷെ മറ്റൊരു സ്റ്റാഫാണ് എത്തിയത്. ശുഭാഞ്ജി പുറത്തെവിടെയോ വർക്കിനായി പോയിരിക്കുകയാണ് എന്നവർ പറഞ്ഞപ്പോൾ അവൻ ആകെ നിരാശനാകുന്നു. ഡോങ്ഷി ലഞ്ച് ടൈമിൽ ഒരു ബോക്സ് KFC വാങ്ങി അതിൽ നിന്ന് ചിക്കൻ കറി എടുത്ത് വായിലേക്ക് വെക്കാൻ തുടങ്ങിയപ്പോഴാണ് മുന്നിൽ വാങ്ഷിയ നിൽക്കുന്നത് കണ്ടത്. കഴിക്കാനെടുത്തത് അവൻ അതുപോലെ തിരികെ വെക്കുന്നുണ്ട്. അപ്പോഴേക്കും വാങ്ഷിയൻ അകത്തെത്തി മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞത് കള്ളമായിരുന്നു അല്ലേ? എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു. റെൻഷി എന്തിനാണ് എന്നെ ഇങ്ങനെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ അമ്മ വീണ്ടും വീണ്ടും പിടിച്ച് ശല്യപ്പെടുത്തുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ലഞ്ച് കഴിക്കാതെ പോലും ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ അവൾ പരാതി പറയുന്നു. അവൾ ലഞ്ച് കഴിച്ചില്ല എന്നറിഞ്ഞപ്പോൾ ഡോങ്ഷി മുന്നിൽ നിന്ന് KFC അവളുടെ മുന്നിലേക്ക് നീക്കി വെച്ചിട്ട് കഴിച്ചോളാൻ പറയുന്നു. ഞാൻ ഫാസ്റ്റ് ഫുഡ് കഴിക്കില്ല, എനിക്ക് വണ്ണം വെക്കും, TV-യിൽ കാണുമ്പോൾ ഭയങ്കര വൃത്തികേടായിരിക്കും എന്ന് വാങ്ഷിയൻ പറഞ്ഞപ്പോൾ അതിന് നിനക്ക് ഒരുപാട് വണ്ണമൊന്നുമില്ലല്ലോ, മാത്രമല്ല കാണാൻ ഭംഗിയുള്ള പെൺകുട്ടികൾ വണ്ണം വെച്ചാലും ഭംഗി തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നവൻ പറയുന്നു. അത് അവൾക്ക് ശരിക്കും സുഖിക്കുന്നുണ്ട്. അവളുടെ ലൈവ് ഷോസ് എല്ലാം അവൻ കാണാറുണ്ട് എന്നറിഞ്ഞപ്പോൾ അവൾ കുറച്ചുകൂടി ഹാപ്പിയാകുന്നു. ലവ് ഒരിക്കലും ഫോഴ്സ് ചെയ്ത് ഉണ്ടാകേണ്ടതല്ല, തനിയെ വരേണ്ടതാണ്. ബോസിനെ വെറുതെ വിടുന്നതായിരിക്കും നല്ലത് എന്നും അവൻ പറയുന്നു. ആ സമയത്താണ് പുറത്തുനിന്ന് ആരോ ഒളിച്ചിരുന്ന് അവരുടെ ഫോട്ടോ എടുക്കുന്നത് അവൾ കണ്ടത്. മുന്നിലിരുന്ന KFC പാക്കറ്റും എടുത്തുകൊണ്ട് അവൾ വേഗം ക്യാമറ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാനായി പുറത്തേക്ക് ഓടുന്നു. എൻ്റെ ചിക്കൻ തന്നിട്ട് പോയെന്ന് പറഞ്ഞ് ഡോങ്ഷി പുറകെ ഓടുന്നുണ്ട്. അവൾ സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ വഴിയിലൊക്കെ ആളുകൾ അവളെ തിരിച്ചറിയുന്നു. ക്യാമറയുമായി പുറകെ ഓടുന്നത് കാരണം നിർത്താതെ ഓടുകയാണ് വാങ്ഷിയൻ. ഇടയ്ക്ക് വെച്ച് ഡോങ്ഷി മറ്റൊരു വഴിയിലൂടെ വന്ന് അവളെ പിടിച്ച് ഒരിടത്ത് ഒളിച്ചിരിക്കുന്നു. വാങ്ഷിയനെ മിസ്സായി എങ്കിലും അവളുടെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടെന്ന് അവളെ ഫോളോ ചെയ്ത ആൾ ഫോണിലൂടെ ആരോട് പറയുന്നത് അവർ കേൾക്കുന്നു. ഫോട്ടോ നശിപ്പിക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് അവളുടെ റിക്വസ്റ്റ് അനുസരിച്ച് ഡോങ്ഷി എഴുന്നേറ്റ് അയാൾക്കരികിലേക്ക് പോകുന്നുണ്ട്. ഡോങ്ഷി അവനെ ഒതുക്കി വന്നപ്പോഴേക്കും അവൾ ചിക്കൻ മുഴുവൻ കഴിച്ചു കഴിഞ്ഞിരുന്നു. കുറേ ദൂരം ഓടിയതല്ലേ, ക്ഷീണം കാരണം എനിക്ക് നന്നായി വിശന്നു എന്നവൾ ചമ്മലോടെ പറയുന്നുണ്ട്. അന്ന് ശിവാഞ്ജിക്ക് ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇടയ്ക്ക് ഡ്രിങ്ക്സ് വാങ്ങാനായി അവൾ അടുത്തുള്ള ഷോപ്പിൽ ചെന്ന് ഒരു സ്ട്രോബെറി മിൽക്ക് എടുത്തുകൊണ്ട് കൗണ്ടറിന് മുന്നിൽ എത്തിയപ്പോഴാണ് ഫോൺ ഓഫാണെന്ന് അറിയുന്നത്.
ക്യാഷ് പേ ചെയ്യാൻ പറ്റാത്തതിനാൽ പേഴ്സ് എടുത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് പോകുന്നു. അതേ ഷോപ്പിൽ തന്നെ ഉണ്ടായിരുന്ന റെൻഷി അത് കണ്ടതിനാൽ അവൻ അതുകൂടി വാങ്ങുന്നുണ്ട്. തിരികെ ഓഫീസിലെത്തി അവൻ അത് അവളുടെ മേശപ്പുറത്ത് വയ്ക്കുന്നു. ആ സമയത്ത് ഒരു കോൾ വരുന്നതിനാൽ അവൻ സംസാരിച്ചുകൊണ്ട് കുറച്ച് പുറത്തേക്ക് മാറി നിൽക്കുന്നുണ്ട്. ശുഭാൻജി പേഴ്സുമായി തിരിച്ചെന്ന് അതേ ഡ്രിങ്ക് തന്നെ വാങ്ങി മടങ്ങുമ്പോൾ റെൻഷിയുടെ ഓഫീസിൽ അപ്പോഴും ലൈറ്റ് കിടക്കുന്നതിനാൽ ബോസ് ഇത്രയും സമയമായിട്ടും വർക്ക് ചെയ്യുകയാണെന്ന് ചിന്തിച്ച് അവൾ ആ ഡ്രിങ്ക് അവന് നൽകാനായി അവൻ്റെ ഓഫീസിലേക്ക് ചെല്ലുന്നു. പക്ഷേ ഫോൺ വിളിക്കാൻ മാറുന്നതിനാൽ റെൻഷി അവിടെ എത്തിയിരുന്നില്ല. അവളത് മേശപ്പുറത്ത് കൊണ്ടുവച്ചിട്ട് തിരികെ പോകുന്നു. കുറെ കഴിഞ്ഞ് മടങ്ങിയെത്ത റെൻഷി മേശപ്പുറത്തിരിക്കാൻ റിങ്സ് കണ്ടപ്പോൾ താൻ നൽകിയത് അവൾ തിരികെ കൊണ്ടുവച്ചതാണെന്നാണ് കരുതിയത്. അവൾ ഇപ്പോഴും എന്നോട് ദേഷ്യത്തിലാണെന്ന് കരുതി അവൻ അതും എടുത്തുകൊണ്ട് അവളെ കാണാനായി പോകുന്നു. ശിവാൻജിയും അങ്ങനെ തന്നെ ചിന്തിച്ച് ഡ്രിങ്ക്സുമായി അവനെ തിരക്കി ഇറങ്ങിയതായിരുന്നു. രണ്ടുപേരും ഇടയ്ക്ക് വെച്ച് കണ്ടുമുട്ടുന്നു. ഞാൻ തന്ന എന്തിനാണ് തിരിച്ചു കൊണ്ടുവന്നത് എന്ന് രണ്ടുപേരും ഒരേപോലെ ചോദിക്കുന്നു. രണ്ടുപേരുടെ കയ്യിലും ഒരേ സാധനം തന്നെ ഇരിക്കുന്നത് കണ്ടപ്പോഴാണ് രണ്ടുപേർക്ക് സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അതോർമ്മിച്ച് രണ്ടുപേരും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക.